അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മധുബാല അങ്ങനെ JKയോട് തട്ടിക്കയറാണ് കേട്ടോ. നിങ്ങൾ എന്തിനാ നാടും വീടും വിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അർച്ചനാദേവിയും മകളും നിങ്ങളുടെ ഒരു ലഹരിയാണ്. ആ ലഹരി നിങ്ങൾക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ആ കുഞ്ഞ് എത്ര വലിയ കുഞ്ഞായി, അപ്പോഴെത്ര കാലമായി നിങ്ങൾ തമ്മിലുള്ള ബന്ധം, അതെനിക്ക് എന്തായാലും ഉറപ്പായി എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ഒരുപാട് തട്ടിക്കയറണം. അതേസമയം JK ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അതിനുശേഷം JK പറയണം, നീ എന്നെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ നിനക്ക് എന്നെക്കുറിച്ചിട്ട് അറിയില്ല, നീ ഒരുപാട് അന്വേഷിച്ചല്ലോ, എന്നിട്ട് നിനക്ക് അർച്ചനാദേവിയെക്കുറിച്ച് പറയാൻ നിനക്ക് എന്താണ് അർഹത? അവളെ എവിടെ കിടക്കുന്നു, നീ എവിടെ കിടക്കുന്നു? നീ ഇനി കോളേജിൽ വന്ന് പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ആ കോളേജിലേക്ക് പോകില്ല എന്നെല്ലാം JK മധുബാലയോട് സംസാരിച്ചിട്ട്, എനിക്ക് നിന്നോട് തീരെ സംസാരിക്കാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ശേഷം JK പോവുകയാണ് കേട്ടോ. അതേസമയം ചിന്നുമോള് ഒരു ചിത്രകാരൻ്റെ അടുത്ത് പോയിട്ട് JKയെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ആ ചിത്രകാരനെ ഒരു വിധത്തിലെല്ലാം വരച്ചു. അതേസമയം ദീപ്തിയും അർച്ചനയും എല്ലാവരും ഉണ്ട് കേട്ടോ. അയാൾ മുഖം കാണിക്കാൻ നേരത്തെ നിൽക്കൂ, കുറച്ചുകൂടെ പണിയുണ്ട് എന്ന് പറയണം കേട്ടോ. പിന്നീട് മുഖം കാണിക്കാൻ നേരത്തെ തന്നെ അങ്ങനെ അയാളുടെ പെയിൻ്റ് അങ്ങനെ മുഖത്ത് വീഴുകയാണ്. അത് കാണുമ്പോൾ അങ്ങനെ ദീപ്തിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. നിങ്ങൾ എന്താ ഈ ചെയ്തിരിക്കുന്നത്? ഇതിങ്ങനെ പറ്റില്ല, ഇനി ഒന്നുകൂടെ വരയ്ക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അർച്ചന പറയണത് വേണ്ട വേണ്ട, ഇനി എന്തായാലും ഇനി വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എന്തായാലും നമുക്ക് കാണാൻ സാധിച്ചില്ലല്ലോ, അതെന്തെങ്കിലും ഒരു നിയോഗമായിരിക്കും, വേണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ചിന്നുവിനും ദീപ്തിക്കും ദേഷ്യം വരികയാണ്. പെട്ടെന്ന് തന്നെ 2 പോലീസുകാർ വരികയാണ് കേട്ടോ. അയാളെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. ഇതെന്താ ഇയാളെ പിടിച്ചു കൊണ്ടുപോകുന്നത്, എന്താ കാര്യം എന്നിങ്ങനെ അർച്ചന ചോദിക്കുമ്പോൾ ഇയാൾ പെണ്ണുങ്ങളെ ചിത്രം വരയ്ക്കാനൊക്കെ വിളിച്ചിട്ട് അവരുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ കവർന്ന് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്താൽ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവരാകെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ് കേട്ടോ. പിന്നീട് ചന്ദ്രയും ലുക്കും കൂടിയിട്ട് എവിടെയോ ഷോപ്പിങ്ങിനൊക്കെ പോയി ബർത്ത്ഡേ സെലിബ്രേഷനോ എന്തോ കഴിഞ്ഞ് വരുമ്പോൾ വിജയശങ്കർ പറയണം കേട്ടോ. പരിപാടിയൊക്കെ കഴിഞ്ഞു ചോദിക്കുക, കഴിഞ്ഞു പറയും. പിന്നെന്താ ഒരു കാര്യം പറയാനുണ്ട്, അച്ചു വിളിക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ ലുക്ക് പറയും, ഇല്ല അച്ചുവിന് എപ്പോഴെങ്കിലും വിളിക്കാൻ സമയമുള്ളൂ, അച്ചുവിന് ആകെ മൊത്തം ഒരു ഡള്ളാണ് എന്നിങ്ങനെ പറയണം. അത് സാരമില്ല, അവൻ അങ്ങനെ ഉണ്ടാകും, പോലീസ് ക്യാമ്പിൽ ട്രെയിനിങ്ങും ഒക്കെ അല്ലേ. എന്തായാലും ശരി, ഞാനൊരു കാര്യം പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അച്ചു ഇനി പോയിട്ട്, അച്ചു അവിടെ ഇല്ലല്ലോ, അത് കാരണം ലുക്കും അച്ചുവിൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയി താമസിക്കണം എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ ചന്ദ്ര ചോദിക്കണം, എന്താ വിജയേട്ടന് കാര്യങ്ങളൊക്കെ അറിയില്ലേ, പിന്നെ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും രുക്കു അവിടെ പോയിരിക്കണം, അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അർച്ചനയെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ, എനിക്കതിന് വേണ്ടി ചില കരുനീക്കങ്ങൾ നടത്തണം, അതിന് രുക്കു അവിടെ തന്നെ വേണം എന്ന് വിജയശങ്കർ പറയണം കേട്ടോ. ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി, രുക്കുവിന് അവിടുത്തെ ജീവിതം സുരക്ഷിതമാകുമോ എന്ന് ചോദിക്കും. രുക്കു ഒരു കാരണവശാലും പേടിക്കേണ്ട, ആ കാര്യമല്ല, ഞാൻ വേണ്ട പോലെ ചെയ്യാം എന്നിങ്ങനെ പറയണം. അതേസമയം രുക്കു പറയണം, ഏട്ടാ എനിക്ക് കുറച്ച് ആലോചിക്കണം എന്നിങ്ങനെ പറയും. ആ ശരി, നീ കുറച്ച് നേരം കുറേ ആലോചിച്ചതിന് ശേഷം പോയാൽ മതി, എനിക്ക് അർച്ചനയെ തോൽപ്പിക്കാൻ വേറൊരു തെറുപ്പ് ചീട്ടില്ല, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ചിന്നു ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ തന്നെ ആര് വരും, നീ വന്നോ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അതേസമയം ചിന്നുവിൻ്റെ കുറേ ഫ്രണ്ട്സുകൾ വരികയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര പൂവാല ശല്യമാണ് എന്നിങ്ങനെ പറയുമ്പോൾ ചിന്നു പറയണം, എൻ്റെ മാമൻ വരും, മാമൻ SI ആയിട്ട് വരുമ്പോൾ പോലീസ് സെലക്ഷൻ കിട്ടിയിട്ട് വരുമ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് പൂവാല ശല്യം ഒന്നും ഉണ്ടാകില്ല, അതെല്ലാം ഞാൻ മാറ്റിത്തരാം, എൻ്റെ മാമൻ ഞാൻ പറഞ്ഞതെല്ലാം കേൾക്കുമെന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ആരും ഇങ്ങനെ പറയണേ, ഇവളുടെ മാമനൊന്നുമല്ല, എൻ്റെ കൊച്ചമ്മാമൻ വരുമ്പോൾ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ കേൾക്കുകയുള്ളൂ, ഇവളുടെ ആരുമല്ല, അവർ അമ്പാട്ട് വീട്ടിലല്ലല്ലോ താമസിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ കേൾക്കുള്ളൂ, ഇവിടെ തന്നെ പോലീസ് സെലക്ഷൻ കിട്ടുമെന്ന് നിനക്കെന്താ അത്ര ഉറപ്പ്, അതുകൊണ്ട് ഇവിടെയൊന്നും കിട്ടില്ല, ഞാൻ പറഞ്ഞത് മാത്രമേ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം ദേഷ്യത്തോട് കൂടിയിട്ട് ആര്യ പോവുകയാണ് കേട്ടോ. ആര്യ പോയതും ചിന്നുവിൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും, നിങ്ങൾ ചേച്ചി അനിയത്തിയല്ലേ ചോദിക്കും. അതെ, ഞങ്ങൾ അങ്ങനെ തന്നെയാണ്, പിന്നെ എന്താ ഇങ്ങനെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. പിന്നീട് അർച്ചനയുടെ ഓഫീസിലേക്ക് വിജയശങ്കറിൻ്റെ ഗുമസ്തനും കൂടിയിട്ട് വരികയാണ് കേട്ടോ. അതേസമയം അർച്ചനയും ദീപ്തിയും കൂടി കരിമലക്കൊടിയിലെ കേസിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇവരങ്ങോട്ടേക്ക് വരിക. ആ കേസ് എന്തായാലും നീ തോറ്റ് തുന്നം പാടും എന്നിങ്ങനെ പറയണം. അതേപോലെ വിജയശങ്കറിൻ്റെ ഗുമസ്തനും അതുപോലെ തട്ടിക്കയറുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ദീപ്തിയും അർച്ചനയും പറയുന്നുണ്ട്, ഗുമസ്തൻ്റെ പണി ചെയ്താൽ മതി, അതിൽ കൂടുതലൊന്നും അറിയണ്ട, മഹാരാജാവില്ലല്ലോ ഒരിക്കലും എന്നിങ്ങനെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വിജയശങ്കർ പറയും, ദീപ്തി നീ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പഠിച്ചതാണ്, അതുകൊണ്ട് കൂടുതലൊന്നും നീ പറയണ്ട എന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന ചോദിക്കേണ്ടത്, കരിമലക്കൊടിയിലെ കേസ് എന്തായാലും അത് ജയിക്കും, പക്ഷേ നിങ്ങൾക്ക് 2 പെൺകുട്ടികളുണ്ട്, അത് ഓർമ്മ വേണം വിജയശങ്കറോട് അർച്ചന ഇങ്ങനെ പറയണം.